നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. ഇനി പ്രചരണത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. മാർച്ച് 26-നാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. ബജറ്റിനിണങ്ങിയ വിവാഹാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷനുമായി റോഷി ജ്വല്ലറി. പുതുമയും പാരമ്പര്യവും ഒത്തുചേരുന്ന ഡിസൈൻസ്. റോഷി ജ്വല്ലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബാങ്ക് റോഡ് ആൻഡ് കോട്ട് റോഡ്, കാസർഗോഡ്. ഫോറെവർ ഷൈൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ 5 നിയോജക മണ്ഡലങ്ങളിലായി 79 പത്രികകളാണ് ലഭിച്ചത്. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം ഇതിൽ സാധുവായ 63 പത്രികകൾ സ്വീകരിച്ചു. 16 പത്രികകൾ തള്ളി. സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ ജില്ലയിൽ 37 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്ത്. തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിൽ ലഭിച്ച 14 നാമനിർദ്ദേശ പത്രികകളിൽ 12 പത്രികകളാണ് സ്വീകരിച്ചത്. 2 എണ്ണം തള്ളി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി സന്ദീപ് ജി, 2020 സ്ഥാനാർത്ഥികളായ രവി കുളങ്ങര, രമണി KV, CPIM സ്ഥാനാർത്ഥി മുസ്തഫ VPP, സ്വതന്ത്ര സ്ഥാനാർത്ഥികളായ മുസ്തഫ PP, മുസ്തഫ VP, സന്ദീപ് എളാട്ട് എന്നിവർ സമർപ്പിച്ച പത്രികകളാണ് സ്വീകരിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി KP പ്രകാശൻ, CPIM സ്ഥാനാർത്ഥി സാബു അബ്രഹാം എന്നിവർ സമർപ്പിച്ച പത്രികകളാണ് തള്ളിയത്. കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിൽ ലഭിച്ച 13 നാമനിർദ്ദേശ പത്രികകളിൽ 9 പത്രികകളാണ് സ്വീകരിച്ചത്. 4 എണ്ണം തള്ളി. കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ 4 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്ത്. കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി ഷൈജി, BJP സ്ഥാനാർത്ഥി M ബലരാജ്, CPI സ്ഥാനാർത്ഥി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, BSP സ്ഥാനാർത്ഥി വിജയകുമാർ B എന്നിവർ സമർപ്പിച്ച പത്രികകളാണ് സ്വീകരിച്ചത്. BJP സ്ഥാനാർത്ഥി വേണുഗോപാൽ KK, കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി നിസാമുദ്ദീൻ K, CPI സ്ഥാനാർത്ഥി ബാബു CP എന്നിവർ സമർപ്പിച്ച പത്രികകളാണ് തള്ളിയത്. സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ ഉദുമ നിയോജക മണ്ഡലത്തിൽ ലഭിച്ച 15 നാമനിർദ്ദേശ പത്രികകളിൽ 10 പത്രികകൾ സ്വീകരിച്ചു. 5 എണ്ണം തള്ളി. ഉദുമ മണ്ഡലത്തിൽ 6 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്ത്. CPIM സ്ഥാനാർത്ഥി CH കുഞ്ഞമ്പു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നീലകണ്ഠൻ, BJP സ്ഥാനാർത്ഥി M മനുലാൽ, സ്വതന്ത്ര സ്ഥാനാർത്ഥികളായ കുഞ്ഞിരാമൻ, കുഞ്ഞമ്പു, നസീർ എന്നിവർ സമർപ്പിച്ച പത്രികകളാണ് സ്വീകരിച്ചത്. CPIM സ്ഥാനാർത്ഥി ബാലൻ, രാജൻ എന്നിവർ സമർപ്പിച്ച പത്രികകളാണ് ഇവിടെ തള്ളിയത്. കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ ലഭിച്ച 13 നാമനിർദ്ദേശ പത്രികകളിൽ 12 പത്രികകളാണ് സ്വീകരിച്ചത്. 1 എണ്ണം തള്ളി. കാസർഗോഡ് മണ്ഡലത്തിൽ 6 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്ത്. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായ കല്ലട്ര മാഹിൻ, BJP സ്ഥാനാർത്ഥി ML അശ്വിനി, സ്വതന്ത്ര സ്ഥാനാർത്ഥികളായ ഷാനവാസ് പാദൂർ, ഷാനവാസ് AA, MA ലത്തീഫ്, മുഹമ്മദ് അലി ഫത്താഹ് എന്നിവരുടെ പത്രികകളാണ് സ്വീകരിച്ചത്. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായ മാഹിൻ കേളോട്ട് സമർപ്പിച്ച പത്രികയാണ് തള്ളിയത്. മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ ലഭിച്ച 24 നാമനിർദ്ദേശ പത്രികകളിൽ 20 പത്രികകളാണ് സ്വീകരിച്ചത്. മഞ്ചേശ്വരം മണ്ഡലത്തിൽ 14 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്ത്. BSP സ്ഥാനാർത്ഥി സഞ്ജീവ, CPIM സ്ഥാനാർത്ഥി KR ജയാനന്ദ, BJP സ്ഥാനാർത്ഥി K സുരേന്ദ്രൻ, മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി AKM അഷ്റഫ്, STPI സ്ഥാനാർത്ഥി KM അഷ്റഫ്, സ്വതന്ത്ര സ്ഥാനാർത്ഥികളായ മുഹമ്മദ് അഷ്റഫ്, അബ്ദുൽ ലത്തീഫ് I, ജീൻ ലവീന മൊന്തേരോ, മുഹമ്മദ് അഷ്റഫ് KA, ജോൺ ഡിസൂസ, മുഹമ്മദ് റഫീഖ്, N കേശവനായിക്, D സുരേന്ദ്രൻ നായർ, K അബ്ദുല്ല എന്നിവരുടെ പത്രികകളാണ് സ്വീകരിച്ചത്. BJP സ്ഥാനാർത്ഥിയായ സുരേഷ് കുമാർ ഷെട്ടി, CPIM സ്ഥാനാർത്ഥിയായ വിട്ടള റായ്, മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി AK ഹാരിഫ് എന്നിവരുടെ പത്രികകളാണ് തള്ളിയത്. വരണാധികാരികളായ ഷെർലി VE, മനോജ് KR, ലിബു S ലോറൻസ്, ബിനു ജോസഫ്, രഘുമണി VP എന്നിവർ സൂക്ഷ്മ പരിശോധനയിൽ പങ്കെടുത്തു. ഉപവരണാധികാരികളും സൂക്ഷ്മ പരിശോധനയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.